ശ്രീമാൻ VK ഭാസ്കരൻ മാസ്റ്ററുടെ നാമധേയത്തിലാണ് നിങ്ങൾ ഈ നഗരിയുടെ നാമകരണം നടത്തിയിരിക്കുന്നത്. ഭാസ്കരൻ മാസ്റ്റർ എൻ്റെ ആത്മസുഹൃത്തായിരുന്നു. ഞാൻ ഭാസ്കരൻ മാസ്റ്ററോടൊപ്പം ഈ പ്രദേശത്ത് രവീന്ദ്രൻ മാസ്റ്റർ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരനും KSUക്കാരനായ കാലത്തൊക്കെ തന്നെ വരുന്ന ആ വികാര നിർഭരമായ കാലത്തെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. സത്യത്തിൽ എന്തെല്ലാം തന്നെ അധ്യക്ഷൻ പ്രിയപ്പെട്ട പവിത്രൻ മാസ്റ്റർ പറഞ്ഞാലും ശുക്ലി മണ്ഡലം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടയായിരുന്നു ആ കാലത്ത്. ആ ഉരുക്കുകോട്ടയെ മറികടക്കാൻ സാധിക്കുന്ന മറ്റേതെങ്കിലും ഒരു മണ്ഡലം സമീപ പ്രദേശങ്ങളിലും തന്നെ ഉണ്ടായിരുന്നില്ല. അത്രയേറെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളൊരു പ്രദേശമായിരുന്നു ഈ പ്രദേശം. ആദ്യകാലത്തെ ആ നേതാക്കന്മാരെയൊക്കെ തന്നെ അനുസ്മരിക്കുകയാണ്. അവർ നടത്തിയ ത്യാഗ നിർഭരമായ പ്രവർത്തനം അതൊക്കെ തന്നെ നമ്മുടെ മനസ്സിലങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അത്തരമൊരു പ്രദേശം എങ്ങനെ നമ്മുടെ കൈകളിൽ നിന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ശക്തമായ വേരോട്ടമുള്ളൊരു പ്രദേശമായിട്ട്, അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവുമേറെ സാമൂഹ്യ വിരുദ്ധന്മാരായിട്ടുള്ള ആളുകൾ സംസ്ഥാനം മുഴുവൻ അറിയപ്പെടുന്ന വാടക ഗുണ്ടകളുടെ ഒരു പ്രദേശമായിട്ട് ഈ പ്രദേശം എങ്ങനെ പരിണമിച്ചു എന്നതിനെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ വളരെ ഗൗരവപൂർവമായിട്ട് ചിന്തിക്കണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കേണ്ടതായിട്ടുള്ളത്. എനിക്ക് ഇത്തരമൊരു സമ്മേളനത്തെ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഈ ഒരു പ്രസ്ഥാനം ആരംഭിച്ച കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. ആരംഭകാലം മുതൽ ഇതിൻ്റെ സംസ്ഥാന നേതാക്കന്മാരുമായിട്ടൊക്കെ തന്നെ എന്തെന്നില്ലാത്ത ആത്മബന്ധം പുലർത്താൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ആരംഭം മുതൽ ഇന്ന് വരെ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിലും മുന്നോട്ടുള്ള പ്രയാണത്തിലുമൊക്കെ തന്നെ എൻ്റെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചു കൊണ്ട് പോകുന്ന ഒരു സ്വഭാവം ഈ സംഘടന നേതാക്കന്മാർക്കുണ്ട് എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇപ്പോൾ തന്നെ സംസ്ഥാന അധ്യക്ഷനായ നമ്മുടെ നാട്ടുകാരൻ കണ്ണൂർക്കാരനായ ശ്രീമാൻ MP വേലായുധൻ കൃത്യമായിട്ടും എല്ലാ കാര്യങ്ങളും ഒരു ഡെയിലി ബേസിൽ തന്നെ എന്നോട് സംസാരിക്കാറുണ്ട്. എല്ലാ പരിപാടികളിലും സംബന്ധിക്കാൻ അദ്ദേഹം ശുഷ്കാന്തി കാണിക്കാറുണ്ട്. ഞാൻ അദ്ദേഹത്തോടൊക്കെ തന്നെ നന്ദി പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് സംഘടനയോടുള്ള വൈകാരികമായ ബന്ധത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന അച്ചടക്കവും അതുപോലെ പ്രതിബദ്ധതയുമാണ്. അതൊക്കെ ഉപരിയായിട്ട് നിങ്ങൾക്കുള്ള ഒരു സംഘബോധം. സത്യത്തിൽ പലപ്പോഴും കേഡർ പാർട്ടിയായിട്ടുള്ള ഇടതുപക്ഷ പാർട്ടികളൊക്കെ തന്നെ പറയാറുണ്ട് ഞങ്ങൾക്കാണ് സംഘബോധം എന്ന കാര്യം. എന്നാൽ അവരെയെല്ലാം തന്നെ അതിശയിപ്പിക്കുന്ന രൂപത്തിലാണ് നിങ്ങൾ ഈ സംഘടന ആരംഭിച്ച കാലം മുതൽ എന്തെന്നില്ലാത്ത സംഘബോധത്തോടുകൂടി തന്നെ മുന്നോട്ട് പോയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുതന്നെയാണ് മറ്റ് സഹോദര സംഘടനകളിൽ നിന്ന് നിങ്ങളെ വ്യതിരിക്തരാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മുടെ ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര ശൈലിയുള്ള സർവീസ് പെൻഷൻകാരുടെ ഏറ്റവും വലിയ സംഘടന നമ്മുടെ സംഘടന തന്നെയാണ്. മാത്രവുമല്ല, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നുകൊണ്ട് തന്നെ എനിക്ക് കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളുടെ ദൈനംദിന പ്രവർത്തനത്തെക്കുറിച്ച്, അതിൻ്റെ നേതൃത്വത്തെക്കുറിച്ച്, അതിൻ്റെ സംഘടനാ ശേഷിയെക്കുറിച്ചൊക്കെ തന്നെ കൃത്യമായിട്ട് എനിക്ക് ധാരണയുണ്ട്. പക്ഷേ ഞാൻ തികഞ്ഞ ഉത്തരവാദിത്തത്തോടെ ഞാനിവിടെ വെച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്, KSSPയെ അതിജീവിക്കാൻ സാധിക്കുന്ന ഒരു പോഷക സംഘടന ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സില്ല എന്ന് ഞാനിവിടെ അഭിമാനത്തോടുകൂടി തന്നെ നിങ്ങളുടെ മുമ്പിൽ ഈ കാര്യം പറയുകയാണ്. പെൻഷൻകാരുടെ ന്യായമായ അവകാശങ്ങൾക്കായിട്ടാണ് നിങ്ങൾ എല്ലാ കാലത്തും ദൃഢമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോയത്. നിങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ വരുമ്പോഴും ആ പ്രശ്നങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ടും ഈ രാജ്യത്തെ ജനങ്ങളുമായി ചേർന്നുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ എല്ലാ കാലത്തും പരിശ്രമിച്ചു എന്ന കാര്യവും എനിക്ക് അറിയാവുന്നതാണ്. പിന്നെ ഭരണാധികാരികളെയും ഭരിക്കുന്നവരെയൊക്കെ തന്നെ നോക്കിയിട്ടല്ല, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസൃതമായിട്ടല്ല നിങ്ങൾ പ്രവർത്തിക്കാറുള്ളത്. CPMൻ്റെ സംഘടനകളൊക്കെ തന്നെ എപ്പോഴൊക്കെ തന്നെ CPM ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നോ അന്നൊക്കെ തന്നെ CPM നേതൃത്വത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചാണ് ആ സംഘടനകളൊക്കെ തന്നെ മുന്നോട്ട് പോകാറുള്ളത്. നിങ്ങളാകട്ടെ അങ്ങനെയൊന്നുമല്ല. ആര് ഭരിച്ചു അത് പ്രശ്നമല്ല. ഞങ്ങളുടെ ജീവനക്കാരുടെ അല്ലെങ്കിൽ പെൻഷൻകാരുടെ പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നങ്ങളുടെ
കാതലായ വശങ്ങൾ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് അതിനുവേണ്ടി അവസാന നിമിഷം വരെ പോരാടുന്ന ഒരു പോരാട്ട വീര്യമാണ് നിങ്ങൾക്കുള്ളത് എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ പെൻഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാം തന്നെ അറിയാവുന്ന കാര്യമാണ്. പെൻഷൻ ഈസ് ഡെഫേർഡ് വേജ് എന്നാണ് എല്ലാ ഹൈക്കോടതിയും ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയും പറഞ്ഞിട്ടുള്ളത്. പെൻഷൻ എന്ന് പറയുന്നത് മാറ്റിവെക്കപ്പെട്ട ശമ്പളമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ നിരവധി കോടതി വിധികളുടെ വെളിച്ചത്തിൽ തന്നെ നമുക്ക് അത് അവകാശമാണ് എന്ന് കാണാൻ സാധിക്കും. ആ അവകാശമാണ് എന്ന് പറയുമ്പോൾ കോടതി വിധി ഇല്ലെങ്കിൽ തന്നെ അതൊരു അവകാശമായിട്ടാണ് എല്ലാ കാലത്തും നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചത്. ഏതാണ്ട് ഒരു 10 വർഷം പൂർത്തിയാക്കാൻ പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ രണ്ടാമത്തെ സർക്കാർ, പിണറായി വിജയൻ്റെ സർക്കാർ, അടിസ്ഥാനപരമായ ഈ മൗലികമായ തത്വങ്ങൾ അതൊക്കെ നിരാകരിച്ചുകൊണ്ടാണ് അവർ നിസ്സംഗഭാവത്തിൽ മുന്നോട്ട് വന്നത്. ഈ നിഷേധമായ നിലപാട് തീർച്ചയായിട്ടും ഒരു കാലത്തും ഒരു ഗവൺമെൻറ്റും നമ്മുടെ കേരളം ഭരിച്ചപ്പോൾ കൈക്കൊണ്ടിട്ടില്ല എന്ന സത്യവും നിങ്ങൾ മനസ്സിൽ വയ്ക്കണം. 1957 ആദ്യമായിട്ട് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. ആ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട ശേഷം സഖാ VMS നമ്പൂതിരിപ്പാടാണ് ലോകത്തിൽ ആദ്യമായി ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ അധികാരത്തിൽ വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നൊക്കെ തന്നെ എല്ലാ കാലത്തും അഭിമാനത്തോടുകൂടി കമ്മ്യൂണിസ്റ്റുകാർ പറയാറുണ്ട്. ആ കാലം തൊട്ടുള്ള ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് പോലെ ഇത്രയേറെ ജനവിരുദ്ധമായ ഒരു സർക്കാർ നമ്മുടെ കേരളം ഭരിച്ചിട്ടില്ല എന്നാണ്. നമ്പൂതിരിപ്പാട് ഭരിച്ച കാലഘട്ടത്തിൽ തന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ജനരോഷം വന്ന് ആളിപ്പടരുകയുണ്ടായി. ആ ജനരോഷത്തിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മുടെ കേരള സംസ്ഥാനത്ത് ഒരു വിമോചന സമരമുണ്ടായത്. ആ വിമോചന സമരത്തിൻ്റെ ഫലമായിട്ടാണ് ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പുറത്തു പോയത് എന്നൊക്കെ തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ തനി ആവർത്തനം എന്ന രൂപത്തിലാണ് കഴിഞ്ഞ ഏതാണ്ട് 10 വർഷക്കാലമായിട്ട് പിണറായി വിജയൻ ഈ രാജ്യം ഭരിച്ചു കൊണ്ടുപോകുന്നത്. സമസ്ത മേഖലയിലും ഈ ഗവൺമെൻറ് പരാജയപ്പെട്ടിരിക്കുന്നു. പരാജിത മുഖ്യമന്ത്രിയാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത്. സാമ്പത്തിക മാനേജ്മെൻറ്റ് ഇതുപോലെ തകർന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നതാണ് പരമാർത്ഥം. അഗാധമായ സാമ്പത്തിക പ്രതിസന്ധി, ആ പ്രതിസന്ധിയെ മുറിച്ചു കടക്കാൻ, കരകയറാൻ എന്തെങ്കിലും ഒരു ശ്രമം ഉണ്ടായിട്ടോ ചോദിച്ചാൽ ഒരു ശ്രമവും ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പരമാർത്ഥമെന്ന് ഞാൻ പറയട്ടെ. 2016 കാലഘട്ടം, ശ്രീമാൻ ഉമ്മൻചാണ്ടി ഭരിച്ച ആ കാലഘട്ടത്തെക്കുറിച്ച് സർവീസിലിരിക്കുന്നവർക്കും പെൻഷൻകാർക്കും ഒക്കെ തന്നെ മറക്കാൻ സാധ്യമല്ല. ആ കാലഘട്ടത്തിൽ നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ പൊതുകടം 1.57 കോടി രൂപയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 5 വർഷം കഴിഞ്ഞ് പിണറായി വിജയൻ അധികാരത്തിൽ തുടർന്ന ആ സമയത്ത് തന്നെ അത് 2.96 കോടിയായിട്ട് ഉയർന്നു നിങ്ങൾ കാണണം. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? 6 ലക്ഷം കോടിയുടെ വലിയ കടബാധ്യതയുമായിട്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് വന്നത്. ഇത്രയേറെ സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ട് പോലും, ഇത്രയേറെ അഗാധമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും ധൂർത്തും ധാരാളിത്വവും ആഡംബരവും ഒക്കെ തന്നെ ഈ സർക്കാരിൻ്റെ മുഖമുദ്രയായിട്ട് മാറുന്ന വല്ലാത്ത ഒരു ദുരന്തപൂർണമായ ചിത്രത്തിനാണ് നമ്മളൊക്കെ തന്നെ സാക്ഷിയായി നിൽക്കുന്നത്. 1-2 ചെറിയ ഉദാഹരണങ്ങൾ മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാം. പ്രശസ്ത നടനാണ് മോഹൻലാൽ. നമുക്കെല്ലാം തന്നെ ആദരവുണ്ട്. ആ മോഹൻലാൽ ഈ നാട്ടിലെ കലാകാരന്മാർക്കും അതുപോലെ കലയെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നടനാണ് മോഹൻലാൽ എന്ന കാര്യം സംശയമില്ല. ആ മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്, ഇന്ത്യ രാജ്യത്ത് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഏറ്റവും പ്രശസ്തമായ അംഗീകാരമാണ് ദാദാ സാഹേബ് ഫാൽക്കെ അംഗീകാരം. അത് ലഭിക്കുകയുണ്ടായി. അതിന് മുമ്പ് അടൂർ ഗോപാലകൃഷ്ണൻ കിട്ടിയെന്ന കാര്യം ഞാൻ മറക്കുന്നില്ല. അത് കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന ഗവൺമെൻറ് അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കണമെന്ന് തീരുമാനിക്കുകയുണ്ടായി. നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. സംസ്ഥാന തലത്തിൽ തന്നെ സ്വീകരണം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതെല്ലാം തന്നെ നമ്മളെല്ലാവരും കൊടുക്കുന്ന ഒരു സ്വീകരണമായിട്ട് മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുള്ളൂ. ആ സ്വീകരണ സമ്മേളനത്തിൽ അവർ കൊടുത്ത പേരെന്താണ്? ലാൽ സലാം എന്നാണ് കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് പോയിട്ടുള്ള ആളുകൾക്ക് തന്നെ അറിയാം, നഗരത്തിൽ മുഴുവൻ റെഡ് സല്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്വാഗതം അറിയിച്ചിരിക്കുന്നത്. ലാൽ സലാം, അതിനർത്ഥം എന്താണ്? ചുകപ്പൻ അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ ഒരു സംഭവത്തെ പോലും ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ഇഷ്ടപ്പെട്ട നടനെ ആദരിക്കാനുള്ള ചടങ്ങ് പോലും രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പരിശ്രമിച്ചതെന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ അത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അതിൻ്റെ ചെലവ് എത്രയാണ്? അതിൻ്റെ ചെലവ് നിങ്ങൾ ആലോചിച്ച് നോക്കണം.
അത് കഴിഞ്ഞ ശേഷം 2.84 കോടി രൂപയാണ് 2 മണിക്കൂർ നേരത്തെ പരിപാടിക്ക് വേണ്ടി ഈ ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്ന് നമ്മുടെ സാംസ്കാരിക വകുപ്പ് ചെലവഴിച്ചു വന്ന കണക്കാണ് പിന്നീട് പുറത്തു വന്നത്. ഇതാണ് സംഭവം. ധൂർത്തിനെക്കുറിച്ചോ ധാരാളിത്തത്തെക്കുറിച്ചോ യാതൊരു തരത്തിലുള്ള ഒരു അവധാനതയുമില്ല, ജാഗ്രതയുമില്ല. വാരിക്കോരി ചെലവഴിക്കാവുന്ന സ്വഭാവമല്ലാതെ അതെങ്ങനെ സമാഹരിക്കാൻ സാധിക്കുമെന്നതിനെക്കുറിച്ചൊക്കെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ധനകാര്യമന്ത്രിക്കോ ഉത്തരവാദിത്തമില്ല എന്ന് ഞാൻ പറയട്ടെ. പിന്നെ ചെലവിൻ്റെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച ആളുകളാണ്. ആരാണ് ഈ ആഗോള സംഗമം സംഘടിപ്പിച്ചത്? അവിടെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് എതിരായിക്കൊണ്ട് വനിതകളെ പോലും അങ്ങോട്ടേക്ക് കടത്താൻ വേണ്ടിയിട്ട്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അകമ്പടിയോടെ കടത്താൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന കാര്യം നമുക്കൊന്നും വിസ്മരിക്കാൻ സാധ്യമല്ല. ബിന്ദു അമ്മണിയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി നമ്മൾ കണ്ടതാണ്. ഒരു ADGP ആണ് അവർക്ക് അകമ്പടി കൊടുത്തത്. ആ അകമ്പടി കൊടുത്തുകൊണ്ടാണ് അവിടെ പോയി ആചാരത്തെ ലംഘിച്ചുകൊണ്ട് അവിടെ ഈ പറയുന്ന ശബരിമലയെ, പവിത്രമായ ശബരിമലയെ കളങ്കമാക്കിയിരിക്കുന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഈ രാജ്യത്തെ ഹിന്ദു വിഭാഗം ഒറ്റക്കെട്ടായിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ കൈയൊടിഞ്ഞു വന്ന സത്യം ശ്രീമാൻ പിണറായി വിജയന് ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ബോധ്യപ്പെടുന്നത്. അത് ബോധ്യപ്പെട്ട ശേഷമാണ് ഞങ്ങൾ ഹിന്ദു ഭാഗത്ത് നിൽക്കുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വൃഥാശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചതെന്ന സത്യം നമുക്കെല്ലാം തന്നെ അറിയാം. അത് പമ്പാതീരത്താണ് സംഘടിപ്പിച്ചത്. ആ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച ശേഷം അദ്ദേഹം പറയുകയുണ്ടായി, ദേവസ്വം ബോർഡിൽ നിന്ന് 10 കാശ് ഞങ്ങൾ ചെലവഴിക്കില്ല, അത് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ഞങ്ങൾ കൈയിട്ട് വാരിക്കൊണ്ട് പണം ചെലവഴിക്കുകയില്ല, ഇതൊക്കെ തന്നെ ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് സമാഹരിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞ ശേഷം അവസാനം കണക്ക് വന്നപ്പോഴെന്താ സ്ഥിതി? 8.50 കോടി രൂപ അതിനുവേണ്ടി ചെലവഴിക്കുകയും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കൈകഴുകി ആ പണം വാങ്ങിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചതെന്ന് ഞാനിവിടെ ഉത്തരവാദിത്ത ബോധത്തോടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലെ മന്ത്രിമാരും നടത്തിയിട്ടുള്ള നവകേരള യാത്ര നമ്മൾ കണ്ടതാണ്. ആ നവകേരള യാത്രയ്ക്ക് വേണ്ടിയിട്ട് അന്നൊരുക്കിയ ബസ് ഇന്ന് ഇന്ത്യ രാജ്യത്തുള്ള ഏത് ലക്ഷറി ബസ്സിനെയും കവച്ചു വെക്കാവുന്ന രൂപത്തിൽ അത്രയും പരിഷ്കൃതമായൊരു ബസ്സിൽ കൂടിയാണ് അവർ യാത്ര നടത്തിയത്. എയർ കണ്ടീഷൻ എന്നത് മാത്രമല്ല ബസ്സിൻ്റെ പ്രത്യേകത, എല്ലാ ആധുനികമായ സൗകര്യങ്ങളുമുള്ള ഒരു ബസ്സിലാണ് അദ്ദേഹം യാത്ര നടത്തിയത്. ആ യാത്ര അവസാനിക്കുമ്പോൾ എന്താണ് ബാക്കി പത്രം നിങ്ങൾ ആലോചിച്ച് നോക്കണം. രാവിലെ പ്രഭാത ഭക്ഷണത്തോടുകൂടി പൗരമുഖ്യന്മാരുടെ ഒരു യോഗം, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ചടങ്ങുകൾ. ബാക്കി പത്രം അന്വേഷിച്ച് കഴിഞ്ഞാൽ വൻപിച്ച കടബാധ്യത നമ്മുടെ സംസ്ഥാനത്തിന് വരുത്തിവെച്ച ഒരു യാത്രയായിട്ടാണ് നമ്മുടെ യാത്രയെ കണ്ടത്. ഞാൻ മിനിയാന്ന് കണ്ണൂരുണ്ടായിരുന്നു. അന്ന് മുഖ്യമന്ത്രി കണ്ണൂരുണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി, അഴീക്കോടൻ മന്ദിരം. സത്യത്തിൽ എനിക്ക് പോലും 3-4 സ്ഥലത്ത് പോലീസിനെ തടയുകയുണ്ടായി. അവർക്ക് നിവൃത്തിയില്ല. ആ തടഞ്ഞ ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ എന്നോട് നേരിട്ട് വന്നിട്ട് എക്സ്ക്യൂസ് പറയുക, സാർ മുഖ്യമന്ത്രിയുടെ പരിപാടിയാണ്, തടയാനാണ് ഞങ്ങൾക്ക് ഉത്തരവെന്ന് പറഞ്ഞ്. ഞാനങ്ങനെ നിർവികാരനായിട്ട് അത് കേട്ടിരിക്കുകയായിരുന്നു ഉണ്ടായതെന്ന കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. എന്തൊരു ധാരാളിത്തമാണ്! എത്ര കാറുകളുടെ അകമ്പടിയോടാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രിമാരായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം തൊട്ടുള്ള ആ പ്രധാനമന്ത്രിമാരുടെ പ്രോട്ടോക്കോളിനെ കുറിച്ച് ആരെക്കാളും നന്നായിട്ട് പഠിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. കാരണം ആഭ്യന്തര മന്ത്രാലയത്തിൽ 5 വർഷക്കാലം മന്ത്രിയായിട്ട് ഇരിക്കാൻ അവസരം ലഭിച്ചുകൊണ്ട് തന്നെ ആ പ്രോട്ടോക്കോളിനെ കുറിച്ച് കൃത്യമായിട്ടും എനിക്കൊരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രധാനമന്ത്രിക്കും ഇല്ലാത്ത രൂപത്തിൽ, ഇന്ത്യ രാജ്യത്ത് ഒരു രാഷ്ട്രപതിക്കും ഇല്ലാത്ത രൂപത്തിൽ ഇദ്ദേഹത്തിന് 10-40 കാറുകളുടെ അകമ്പടിയോടുകൂടി തന്നെ അദ്ദേഹം പോകുന്നു എന്ന് പറയുമ്പോൾ അത് ആരുടെ ചെലവിലാണ്? നിങ്ങളുടെയും എൻ്റെയും ചെലവിൽ, ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളുടെ ചെലവിൽ, തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും ചെലവിലാണ് ആ മനുഷ്യൻ പോകുന്നതെന്ന കാര്യം നിങ്ങൾ ഓർക്കണമേ എന്ന് മാത്രം ഞാൻ വിനീതനായിട്ട് അപേക്ഷിക്കുകയാണ്. പ്രതികരിക്കാൻ തയ്യാറില്ലാത്തൊരു ജനത, അതുപോലെ നിർവികാരരായി മന്ദബുദ്ധികളായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം അണികൾ, ഇതാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്ലസ് പോയിന്റ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശക്തിയും കരുത്തും അതാണ് എന്ന സത്യവും നിങ്ങൾ തിരിച്ചറിയണമേ എന്നാണ് പറയാനുള്ളത്. നിത്യനിദാന ചെലവുകൾക്ക് പണമില്ല, കുത്തുപാളയെടുത്തൊരു സർക്കാർ. ഇതല്ലേ സ്ഥിതി? പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം കുടിശ്ശിക അത് കൊടുക്കുന്നില്ല. തൊഴിലാളികൾ, കൃഷിക്കാർ, സാധാരണക്കാർ എല്ലാവരും കഷ്ടത്തിലാണ്, അങ്ങേയറ്റം ദുരിതത്തിൽ. ആ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകൾ എടുത്ത് പരിശോധിക്കും, എല്ലാ ബോർഡുകളും തകർന്നിരിക്കുന്നു. ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കണം, 18 മാസത്തെ പെൻഷനാണ് പാവപ്പെട്ട ഈ പറയുന്ന
നമ്മുടെ ഈ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ആളുകൾക്ക് കൊടുക്കാനുള്ള കാര്യമെന്ന് മനസ്സിലാക്കണം. വിവിധ ബോർഡുകളിൽ നിന്നായിട്ട് 2000 കോടി രൂപയാണ് ശ്രീമാൻ പിണറായി വിജയൻ വകമാറ്റി ചെലവഴിച്ചത്. അത് കടമായി എടുക്കുമെന്നാണ് പറഞ്ഞത്. എപ്പോൾ തിരിച്ചു കൊടുക്കും? ഒരിക്കലും തിരിച്ചു കൊടുക്കില്ല. ഉത്തരവാദപ്പെട്ട സംഘടനയുടെ ആളുകളൊക്കെ തന്നെ പല ഘട്ടങ്ങളിലും എന്നെപ്പോലുള്ള ആളുകളെ വന്നു കണ്ടുകൊണ്ട് തങ്ങളുടെ ദുരവസ്ഥ പറയുകയുണ്ടായി. ഞങ്ങൾ കഷ്ടപ്പെട്ട് കൊടുക്കുന്ന ഈ നിധിയിലേക്കുള്ള ഫണ്ടാണ് 2000 കോടി രൂപ. എല്ലാ ക്ഷേമനിധികളിൽ നിന്നും അദ്ദേഹം എടുത്തുകൊണ്ടുപോയിരിക്കുന്നതെന്ന സത്യം അവരെല്ലാം തന്നെ പറയുകയുണ്ടായി. സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അവരുടെ ക്ഷാമാശ്വാസ കുടിശ്ശിക 2019 പെൻഷൻ പരിഷ്കരണ ശേഷം അനുവദിച്ച DAയുടെ 2 ഗഡുക്കൾ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ 2023 ലഭിക്കേണ്ട 6 ഗഡു DA തടഞ്ഞുവെച്ചു എന്നാണ് പറയുന്നത്. ശമ്പള കമ്മീഷൻ ഇതുവരെ നിയമിച്ചിട്ടില്ല. ആ ശമ്പള കമ്മീഷൻ നിയമിക്കണമെങ്കിൽ 2024 നിയമിക്കേണ്ടായിരുന്നു. ഇതുവരെ നിയമിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറായില്ല എന്നതാണ് പരമാർത്ഥം. അത് ആരോഗ്യ സുരക്ഷ. ആ ആരോഗ്യ സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. കേന്ദ്ര ഗവൺമെൻറ്, ആ കേന്ദ്ര ഗവൺമെൻറ്റിലെ ജീവനക്കാർക്കൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്ന സെൻട്രൽ ഹെൽത്ത് സർവീസ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അതിലൂടെയാണ് നമുക്ക് വേണ്ട മരുന്നും എല്ലാ കാര്യങ്ങളും കിട്ടുന്നത്. MP മാർക്കൊക്കെ കിട്ടുന്നുണ്ട്. ഞാനത് വാങ്ങാറില്ല എങ്കിൽ പോലും എല്ലാ MP മാർക്കും കുടുംബങ്ങൾക്കും എല്ലാം തന്നെ അത് കൊടുക്കുന്നുണ്ട്. എല്ലാ റിട്ടയർ ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് അത് കൊടുക്കുന്നെന്ന കാര്യവും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ആരോഗ്യ സുരക്ഷാ പദ്ധതി പെൻഷൻകാർക്ക് വേണ്ടി പരിപൂർണമായിട്ടും അംഗീകരിച്ച ഒരു നാടാണ് നമ്മുടെ നാടെന്ന കാര്യവും നിങ്ങൾ ഓർക്കണം. 1996 ശ്രീമാൻ AK ആന്റണി ഭരിക്കുന്ന കാലത്താണ് ഇത്തരമൊരു ആരോഗ്യക്ഷേമ പദ്ധതിയെക്കുറിച്ചുള്ള ആദ്യത്തെ ചർച്ചകൾ നടന്നത്. നമ്മൾ അംഗീകരിച്ചത് അന്ന് CV പത്മനാഭനായിരുന്നു നമ്മുടെ ധനകാര്യമന്ത്രി. അന്ന് എൻ്റെ സ്നേഹിതൻ ശ്രീമാൻ VM സുധീരനായിരുന്നു അന്ന് ആരോഗ്യമന്ത്രി. ആ കാലത്താണ് ആരോഗ്യ സുരക്ഷാ പദ്ധതി നമ്മൾ ആവിഷ്കരിച്ച് നമ്മുടെ കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി തീരുമാനമെടുത്തുകൊണ്ട് ഗവൺമെൻറ് പോയത്. അത് കഴിഞ്ഞ ശേഷം എന്തുണ്ടായി? പിന്നീട് വന്ന ഇടതുപക്ഷ സർക്കാർ അത്തരമൊരു തീരുമാനമെടുത്തായിട്ട് നടിച്ചില്ല എന്ന് മാത്രമല്ല, ആ തീരുമാനം റദ്ദാക്കിക്കൊണ്ടു പോകുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് എല്ലാ കാലത്തും ഈ രാജ്യത്തെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒക്കെ തന്നെ പ്രശ്നങ്ങൾ അതൊരിക്കലും പരിഹരിക്കാത്ത, എന്നാൽ എല്ലാ കാലത്തും ആ പ്രശ്നങ്ങളോട് അനുഭാവപൂർണമായ സമീപനം സ്വീകരിച്ച ഏക പ്രസ്ഥാനം കോൺഗ്രസും ഐക്യജനാധിപത്യ കക്ഷിയും മാത്രമാണെന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ 2014 പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി ഭരിച്ച കാലം മറക്കാൻ സാധ്യമല്ല. ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം, പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ സുവർണ കാലഘട്ടം എന്താണെന്ന് ചോദിച്ചാൽ ആ കാലഘട്ടമായിരുന്നു എന്ന് ഞാൻ തികഞ്ഞ ഉത്തരവാദിത്വബോധത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. അന്നായിരുന്നു ജസ്റ്റിസ് രാമചന്ദ്രൻ നായരെ കമ്മീഷണറായി വെച്ചുകൊണ്ട് ആ ശമ്പള കമ്മീഷൻ നിയോഗിച്ചത്. ആ രാമചന്ദ്രൻ നായരെ നിയോഗിക്കുന്ന മുമ്പ് തന്നെ ഞങ്ങളോടൊക്കെ തന്നെ വളരെ വേണ്ടപ്പെട്ട ആളോട് വിളിച്ച് അദ്ദേഹം പറയണ്ടേ, രാമചന്ദ്രൻ നായർ വെച്ചാൽ എന്തായിരിക്കുമെന്ന കാര്യം ഞങ്ങളുടെ തന്നെ അഭിപ്രായം എടുത്തുകൊണ്ടാണ് രാമചന്ദ്രൻ നായർ വെച്ചത്. ആ രാമചന്ദ്രൻ നായർ വെച്ച ശേഷം അദ്ദേഹമായിട്ട് നമുക്കെല്ലാം തന്നെ അറിയാം, ചുമതല എടുത്ത ശേഷം ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ തന്നെ മുഖ്യമന്ത്രിയെ പോയി കാണുന്ന ഔപചാരികമായ ചടങ്ങുണ്ട്, ഒരു ഫോർമലായിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ എന്ത് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ അഭിപ്രായം ചോദിച്ചുകൊണ്ടാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് മുമ്പിൽ തൻ്റെ പ്രൗഢമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ജീവനക്കാരോടും പെൻഷൻകാരോടൊക്കെ തന്നെ അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കണമെന്ന ഒരു തത്വം മാത്രമാണ് എനിക്ക് മുമ്പിൽ വെക്കാനുള്ള കാര്യം അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അതിനനുസരിച്ചാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ട് ഞാൻ പറയട്ടെ, പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും ചരിത്രത്തിലെ ഈ ഗോൾഡൻ ലെറ്റേഴ്സിൽ അല്ലെങ്കിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തേണ്ട ഒരു കാലഘട്ടമായിട്ടാണ് ആ കാലഘട്ടത്തെ ഞാൻ നോക്കിക്കാണുന്നത്. പെൻഷൻകാർക്ക് എത്രയായിരുന്നു വർധന കൊടുത്ത്? ഒരൊറ്റയടിക്ക് 18% അന്ന് പെൻഷൻകാർക്ക് വർധന കൊടുത്തത്. അതുപോലെ സർവീസിലിരിക്കുന്നവർക്ക് 12% അന്ന് കൊടുത്തത്. ലാഘവബുദ്ധിയോടുകൂടി കാണാൻ സാധിക്കില്ല. എന്തെല്ലാം സാമ്പത്തിക പ്രതിസന്ധി അന്നുണ്ടായിരുന്നു. ആ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ജീവനക്കാരോടും പെൻഷൻകാരോടും ഇതുപോലെ അനുഭാവപൂർണമായ നിലപാടെടുത്തൊരു ഗവൺമെൻറ്റും ഇന്ന് വരെ നമ്മുടെ കേരള സംസ്ഥാനത്തുള്ള. പിന്നെ സമഗ്ര ആരോഗ്യ സുരക്ഷയെക്കുറിച്ച് രാമചന്ദ്രൻ നായർ കൃത്യമായിട്ട് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അത് നടപ്പിലാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 5 വർഷം പിണറായി ഭരിച്ചിട്ടും അദ്ദേഹം നടപടി സ്വീകരിച്ചില്ല. അവസാനം എല്ലാ ഭാഗത്തുനിന്നും ശക്തമായ പ്രതിരോധം വന്നു, പ്രതിഷേധം വന്നു. മാധ്യമങ്ങൾ എഡിറ്റോറിയൽ എഴുതി, എന്തുകൊണ്ടാണ് ഈ ആരോഗ്യ സുരക്ഷാ പദ്ധതി നമ്മുടെ പെൻഷൻകാർക്ക് വേണ്ടി നിങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകാത്തെന്ന കാര്യം പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായത്. അവസാനം അദ്ദേഹം മെഡിസെപ്പ് എന്നൊരു പദ്ധതിയുമായിട്ട് വരുന്നു. ആ പദ്ധതിയിൽ ഗവൺമെൻറ്റിൻ്റെ വിഹിതം എന്താണ്? ഒന്നുമില്ല. ജീവനക്കാരുടെ കയ്യിൽ നിന്ന്
6000 രൂപ ഒരു വർഷം. അത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും സർക്കാരിന് കൊടുക്കണം. അത് എവിടെയാണ് പോകുന്നത്? ഈ നാട്ടിലെ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെ വെച്ചുകൊണ്ട്, ആ ഇൻഷുറൻസ് കമ്പനികളെ ഇതിന് ചുമതലക്കാരായി വെച്ചുകൊണ്ടാണ് പോകുന്നതെന്ന് വരുമ്പോൾ ഗവൺമെൻറ് ഒരു ഇടനിലക്കാരൻ എന്നതിൽ കവിഞ്ഞ് മറ്റൊരു ഉത്തരവാദിത്വം ഗവൺമെൻറ് ഇല്ല എന്ന കാര്യം നമ്മൾ ഓർക്കണമേ എന്നാണ് പറയുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ ഓർക്കണം. ആ പ്രതിഷേധം അതിശക്തമായിട്ട് വ്യാപകമായിട്ട് അലയടിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പരക്കെ പരാജയപ്പെട്ടത്. നിഷേധിക്കാൻ സാധിക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ രാജ്യത്ത് പിണറായി വിജയൻ ഭരിച്ച ശേഷം വികസന രംഗത്ത് എങ്ങനെയെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. ത്രിതല പഞ്ചായത്ത് സംവിധാനം തകർത്തില്ലേ? വിദ്യാഭ്യാസവും ആരോഗ്യം 3ാം ലോക രാഷ്ട്രങ്ങൾക്ക് മാതൃകയായി നിൽക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു നമ്മുടെ സംസ്ഥാനം. നമ്മൾ അഭിമാനിക്കാറുണ്ടായിരുന്നു. തേർഡ് വേൾഡ് കൺട്രീസിന് ഞങ്ങൾ ഒരു എക്സാമ്പിളാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവകാശബോധത്തോടെ പോയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല എടുത്ത് പരിശോധിക്കൂ. ഇത്രയേറെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർന്ന ഒരു സംസ്ഥാനം നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. അതുകൊണ്ടല്ലേ നമ്മുടെ കുട്ടികൾ അവരൊക്കെ തന്നെ ഒന്നുകിൽ അയൽ സംസ്ഥാനത്ത് പോകുന്നു, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്നു. ആ വിദേശത്തേക്ക് പോയിരിക്കുന്ന കുട്ടികൾ ആരും തിരിച്ചു വരുന്നില്ല. അവർ അവിടെ സിറ്റിസൺഷിപ്പ് എടുത്ത് അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നു വരുമ്പോൾ എത്ര വിലപ്പെട്ട ഹ്യൂമൻ റിസോഴ്സാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ആ മനുഷ്യ വിഭവം നഷ്ടപ്പെടുന്നു എന്ന് വരുമ്പോൾ അതൊരിക്കലും നമുക്ക് നികത്താനാകാത്തൊരു വലിയ നഷ്ടമായിട്ട് തന്നെ നമ്മൾ കാണണമേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ആരോഗ്യരംഗം, നാഥനില്ലാത്ത കളറിയല്ലേ ആരോഗ്യരംഗം. മരുന്നില്ല, ഡോക്ടർമാരില്ല, ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങളില്ല. അങ്ങനെ എന്തെന്നില്ലാത്തൊരു അവസ്ഥയിലാണ് ആരോഗ്യരംഗം നിൽക്കുന്നത്. സത്യവും നമുക്ക് മറക്കാൻ സാധ്യമല്ല. പിന്നെ നികുതി പിരിവിൻ്റെ കാര്യം, ഇതുപോലെ ടാക്സ് ടെറർ ഉണ്ടായ ഒരു കാലഘട്ടമായിട്ടുണ്ടോ? നികുതി ഭീകരത, വെള്ളത്തിന്, വൈദ്യുതിക്ക്, എല്ലാറ്റിനും നികുതി പിരിച്ചൊരു സർക്കാർ ഇതുപോലെ കേരളം ഭരിച്ചിട്ടില്ല എന്ന സത്യവും നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അഴിമതിയുടെ മൂർത്തിമൽ ഭാവമായിട്ടാണ് ശ്രീമാൻ പിണറായി വിജയൻ നിൽക്കുന്നത്. എപ്പിറ്റോം ഓഫ് ഓൾ കറപ്ഷൻസ് ഇൻ ദി സ്റ്റേറ്റ്. അതല്ലേ സ്ഥിതി? ഏത് അഴിമതിയുടെ കഥയെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും അതിൻ്റെ കേന്ദ്രബിന്ദു ഒന്നുകിൽ പിണറായി വിജയൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർശ്വവർത്തികളായിട്ടുള്ള ആളുകൾ. അതാണല്ലോ സ്ഥിതി. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കന്മാരെ നിങ്ങൾ എടുക്കൂ. ഒരു ജോലിയുമില്ലാതെ തേരാപ്പാര നടക്കുന്ന കുറേ ആളുകളുണ്ട്. അവരുടെ സ്ഥിതി എന്താണ്? അവരൊക്കെ തന്നെ വളർന്നിരിക്കുന്നു, സമ്പന്നന്മാരായിരിക്കുന്നു. ഒരു പുത്തൻ ധനികവർഗം, അല്ലെങ്കിൽ ഒരു ന്യൂ റിച്ച് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഇവിടെ വളർന്നു വന്നിരിക്കുന്നു. അതിൻ്റെ പരമാർത്ഥം നിഷേധിക്കാമോ? കോവിഡ് മഹാമാരി കാലം, ആ കോവിഡ് മഹാമാരി കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാനന്ന് KPCC അധ്യക്ഷനായിരുന്നു. അന്ന് നടന്ന ഗുരുതരമായ അഴിമതിയെക്കുറിച്ച് എന്നോട് ആദ്യമായിട്ട് പറഞ്ഞ ഡോക്ടർ SS ലാലാണ്. അദ്ദേഹം അന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും അധികം ഈ കോവിഡ് പ്രതിരോധ രംഗത്ത് പുറകോട്ട് പോയിട്ടൊരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പറയുന്ന കളവാണ്. അവർ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്ത PR വർക്കിൻ്റെ ഫലമായിട്ടാണ് ഇത്തരമൊരു പ്രചരണം വന്നിരിക്കുന്നത്. അത് പൊളിച്ചു കൊടുത്തേ മതിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടും അദ്ദേഹം എന്നെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഇത് സംബന്ധമായി നടത്തിയ പർച്ചേസിൻ്റെ ഫലമായിട്ട് 1300 കോടി രൂപയുടെ ഗുരുതരമായ അഴിമതിയാണ് KK ശൈലജയും പിണറായി വിജയൻ നടത്തിയെന്ന കാര്യം ഞാനോ നിങ്ങളോ കോൺഗ്രസോ അല്ല പറയുന്നത്. സാക്ഷാൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട്, ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടിൽ തന്നെ കാര്യം പറയുന്നുണ്ട്. 1300 കോടി രൂപയുടെ കിറ്റും ഗ്ലൗസും മാത്രം വാങ്ങിച്ചെടുത്തിൽ ഏറ്റവും വലിയ അഴിമതി നടത്തിയിരിക്കുന്നു എന്ന കാര്യം അന്ന് പറയുകയുണ്ടായി. ഞാൻ ശ്രീമതി ശൈലജയ്ക്കെതിരായിട്ട് അന്ന് ആരോപണം ഉന്നയിച്ചപ്പോൾ നമ്മുടെ പാർട്ടിയിൽ നിന്ന് പോലും ആളുകളെ എതിർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോഴെന്താണ് സ്ഥിതി? കഴിഞ്ഞ വടകര ഇലക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് ആ അഴിമതി ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചത്. ഉത്തരം പറയാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. അവിടെ നിന്ന് മുഖ്യമന്ത്രി ഒഴിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് ഉത്തരം പറയാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷമല്ലേ സംസ്ഥാനത്തുണ്ടായത്? ഇത്തരം വസ്തുതകളെക്കുറിച്ചൊക്കെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണമേ എന്നാണ് എനിക്ക് വിനീതനായിട്ട് പറയാനുള്ളത്. ആ കോവിഡ് മഹാമാരി കാലത്ത് 72,000 പേരാണ് കേരളത്തിൽ മരിച്ചുപോയത്. ഏറ്റവും ഒടുവിലത്തെ കണക്ക് വന്നില്ലേ? മാത്രമോ ഇന്ത്യ രാജ്യത്ത് സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ ഓഫ് ഡെത്ത് സംഭവിച്ചത്, ഏറ്റവും അധികം മരണം സംഭവിച്ചത് നമ്മുടെ കേരള സംസ്ഥാനത്താണ്. മഹാരാഷ്ട്ര കഴിഞ്ഞാൽ രണ്ടാമതായി ഏറ്റവും അധികം ആളുകൾ മരിച്ചത് നമ്മുടെ കേരളത്തിലാണ്. 72,000 persons lost their lives. നിസ്സാരമാണോ? ഇതൊന്നും തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോയിട്ടുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ തൊഴിലില്ലായ്മ, കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഇത്രയും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഒടുവിലത്തെ കണക്ക്. പുറംപാതിലൂടെ നിയമനം നടക്കുന്നു.
നിരന്തരമായിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർശ്വവർത്തികളെയും മക്കളെയും ബന്ധപ്പെട്ടവരെയും ഒക്കെ തന്നെ ഓരോരോ പൊസിഷനിലേക്ക് കയറ്റി അയക്കുകയും ക്യാബിനറ്റ് അംഗീകാരം കൊടുക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലുള്ളത്. ആഭ്യന്തരരംഗം അത് നാഥനില്ലാത്ത കളരിയായിട്ട് മാറിയിരിക്കുന്നു. ആരാണ് ആഭ്യന്തരം ഭരിക്കുന്നത്? ചിന്തിക്കുന്ന സ്നേഹിതന്മാരെ, മുഖ്യമന്ത്രിക്ക് ഏതായാലും ആഭ്യന്തരം അറിയില്ല എന്ന കാര്യം ഞാൻ തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. അത് നിയന്ത്രിക്കുന്ന ആരാണ്? എൻ്റെ കൂടെ ജോലി ചെയ്ത അന്നത്തെ നൊട്ടോറിയസ് ആയിട്ടുള്ള 2-3 ഉദ്യോഗസ്ഥന്മാരാണ് അദ്ദേഹത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. അവർക്ക് അന്ന് തന്നെ ഹോം മിനിസ്ട്രിയിൽ തന്നെ ബ്ലെമിഷ്ഡ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെക്കുറിച്ച് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. അവരെ വെച്ചുകൊണ്ടാണ് പോകുന്നത്. പക്ഷെ അവർക്കൊരു പ്ലസ് പോയിന്റ് ഉണ്ട്. അവർ നരേന്ദ്രമോദി ഇഷ്ടക്കാരാണ്. ആ നരേന്ദ്രമോദിക്കും ആ ഗവൺമെന്റിന് വേണ്ടി അന്നും വിടുപണി ചെയ്ത ആളുകളാണ് അവരെന്ന ഒറ്റ കാരണം കൊണ്ടാണ് നരേന്ദ്രമോദിയെയും തന്നെയും കൂട്ടിയിടക്കുന്ന പാലമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹം ഉപയോഗിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം. പിന്നെ കള്ളക്കടത്ത്, മയക്കുമരുന്ന്, അതൊക്കെ സുലഭമായിട്ടാണ് അവിടെ നടക്കുന്നത്. സ്ത്രീ സുരക്ഷ, ഏറ്റവും ഒടുവിൽ കണക്ക് വന്നിരിക്കുന്നു. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ, ഹോം മിനിസ്ട്രിയുടെ വളരെ പ്രശസ്തമായ ഡിപ്പാർട്ട്മെന്റാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഓഫ് ഇന്ത്യ. അതിൽ പറയുന്നതാണ്, ഇന്ത്യ രാജ്യത്ത് സ്ത്രീ സുരക്ഷിതത്വം നഷ്ടപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം അത് കേരളമാണ് എന്ന സ്ഥിതിയിലെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നിഷേധിക്കാൻ സാധിക്കുമോ? ഞാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കില്ല, സമയപരിമിതി കൊണ്ട് തന്നെ. കോഴിക്കോട്ടേക്ക് എനിക്ക് അടിയന്തരമായിട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഭയാനകമായ അവസ്ഥയിലൂടെയാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു സ്ഥിതിയിൽ 10 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ച് മുടിച്ച ഈ സംസ്ഥാനത്തെ പിറകോട്ട് കൊണ്ടുപോയിട്ടില്ല ഈ ഗവൺമെന്റ് അധികാരത്തെ പുറത്താക്കിയാൽ മാത്രമേ നിങ്ങൾ ഉയർത്തുന്ന ആവശ്യങ്ങൾ, ഈ രാജ്യത്ത് തൊഴിലാളികളും കൃഷിക്കാരും സാധാരണക്കാരും ഉയർത്തുന്ന ആവശ്യങ്ങൾ, അതിന് പരിഹാരം നമുക്ക് കണ്ടെത്താൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കുന്നു. എന്നും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരുമെന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനു മുമ്പ് തന്നെ വേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി സഹകരിച്ചുകൊണ്ട് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നമുക്ക് മികച്ച വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമേ എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.